മുണ്ടേരി ഉൾവനത്തിലെ ഊരിൽ രോഗം ബാധിച്ചു അവശനായ ആദിവാസി യുവാവിന് രക്ഷകരായി വനം ജീവനക്കാർ. തരിപ്പപ്പൊട്ടി നഗറിലെ വെളുത്തയുടെ മകൻ കണ്ണനെയാണ് വാണിയംപുഴ ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ സാഹസികമായി 2 പുഴകൾ കടത്തി ആശുപത്രിയിലാക്കിയത്. 2 ആഴ്ച മുൻപ് കണ്ണന്റെ സഹോദരൻ കുട്ടൻ അസുഖബാധിതനായി മരണപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച രാവിലെ ബീച്ച് സന്ദർശനത്തിനിടെ ഇയാളുടെ വീട്ടിൽ കയറിയപ്പോഴാണ് കണ്ണൻ, സഹോദരി ശാരദ, ഇവരുടെ മാതാവ് ചീര എന്നിവർ രോഗബാധിതരായി വീട്ടിൽ കിടക്കുന്നത് വനപാലകർ കണ്ടത്. കണ്ണൻ വളരെ അവശനിലയിലായിരുന്നു. ഇയാളുടെ കാലിലെ മുറിവിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് മാംസം അടർന്ന് എല്ലുകൾ പുറത്തു കാണുന്ന വിധത്തിലായിരുന്നു. ചീരയുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. എന്നാൽ ഇവർ ആശുപത്രിയിലേക്ക് വരാൻ തയ്യാറായില്ല. തുടർന്ന് വനപാലകർ കണ്ണനെയും ശാരദയെയും വാണിയംപുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിലെത്തിച്ചു. കണ്ണന്റെ ശാരീരികാവസ്ഥ മോശമായതിനാൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CP ജുമാൻ ആംബുലൻസ് വരുത്തി ഇയാളെ നിലമ്പൂർ ജില്ലാശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് അയച്ചു. ശാരദയ്ക്ക് ചികിത്സ നൽകി വീട്ടിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു. 2.5 കിലോമീറ്റർ വനത്തിലൂടെ സ്ട്രക്ചറിലേറ്റി ചാലിയാർ പുഴയിലൂടെ ചങ്ങാടത്തിൽ ആദിവാസികളുടെ സഹായത്തോടെ അതിസാഹസികമായി കടത്തിയാണ് കണ്ണനെ ആംബുലൻസിലെത്തിച്ചത്. ജന്മനാ പ്രമേഹ രോഗബാധിതനായ ഇവരെല്ലാവരും സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നവരാണ്. കുട്ടന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ കാലിൽ കുറ്റി തറച്ചതിനെ തുടർന്നാണ് കണ്ണൻ അണുബാധയുണ്ടായി കിടപ്പിലായത്. ഉൾവനത്തിലെ ഊരുകളിൽ ആരോഗ്യവകുപ്പിന്റെ സേവനം അപര്യാപ്തമാണെന്ന ആക്ഷേപമുയരുന്നുണ്ട്. ഈസ്റ്റ് ലൈവ്, എടക്കര.